പേര് അബ്ദുസുബ്ഹാൻ, തിരൂരാണ് വീട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം മക്കളുടെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ രക്തം ചിന്തുന്നത് തടക്കുകയോ അതില്ലായ്മ ചെയ്യുകയോ ചെയ്യേണ്ട ഇന്ത്യൻ മിലിറ്ററിയിൽ പോലും മുസ്ലിം വിരുദ്ധ സമീപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന NDF പോലെയുള്ള സംഘടനകളെ എതിർക്കുന്നത് മുജാഹിദുകൾക്ക് നിർത്താറായില്ലേ എന്നതാണ് എന്റെ ചോദ്യം. ഇന്ത്യ രാജ്യത്ത് അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസമില്ല. ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ അടുത്ത കാലത്ത് മാത്രം ആരംഭിച്ച ഒരു കാര്യമായി മുജാഹിദുകൾ മനസ്സിലാക്കുന്നുമില്ല. മറിച്ച് എല്ലാ കാലത്തും എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായ ഗൂഢാലോചനകളും അതുമായി ബന്ധപ്പെട്ട കലാപങ്ങളും നടന്നു വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മുജാഹിദുകൾ അത് അംഗീകരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സഹായത്തോടെ, പിന്തുണയോടെ വിവിധ പ്രദേശങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യം കണ്ട ഒന്നാമത്തെ ഏറ്റവും വലിയ ദുരന്തമായ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണം, വധത്തിന് കാരണവും ഏതാണ്ട് ഈ തരത്തിൽ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ്. ഗാന്ധിജി മുസ്ലിമായിരുന്നില്ലെങ്കിലും വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെയുണ്ടായ കലാപങ്ങളിൽ മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടാനുള്ള കാരണം. അവിടെ നിന്നിങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്തെ ചില പ്രദേശങ്ങളുടെയൊക്കെ പേരുകൾ നാം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനിഷ്ഠൂരമായ മുസ്ലിം കലാപത്തിന്റെ കൂട്ടക്കൊലകളുടെ പേരിലാണ്. മീററ്റും ഭീവണ്ടിയും ഭഗൽപൂരും ആസാമിലെ നെല്ലിയും അതൊക്കെ ഇന്ത്യയിൽ ഓർമ്മിക്കപ്പെടുന്നത് ഇത്തരം കലാപങ്ങളുടെ പേരിലാണ്. മുജാഹിദുകൾ ഈ വസ്തുതകൾ നിഷേധിക്കുന്നില്ല. ഇത് കാണാൻ മാത്രമുള്ള കണ്ണുകളില്ലാത്തവരല്ല മുജാഹിദുകൾ. എന്നാൽ സ്വാഭാവികമായി രണ്ടാമത്തെ ഒരു വശം, ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണം, NDF പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന സമീപനമല്ലേ മിലിട്ടറി പോലും ഇത്തരമൊരു സ്വാധീനത്തിന്റെ വലയിലകപ്പെടുമ്പോൾ നാം ചെയ്യേണ്ടത് എന്നാണ്. തീർച്ചയായും അല്ല എന്ന് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ നമ്മോട് വിളിച്ചോതുന്നത്. 2000-ന് ശേഷം മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ കലാപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മഹാരാഷ്ട്രയിൽ രൂപീകരിക്കപ്പെടുന്നത്. ഈ ടെററിസ്റ്റ് സ്ക്വാഡ് ഭീകരവിരുദ്ധ സംഘം അവരുടെ നിരന്തരമായ അന്വേഷണത്തിലൂടെയാണ് ഒരു കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾ പ്രതികളായി മുദ്രകുത്തപ്പെട്ടിരുന്ന പല സ്ഫോടനങ്ങളും ആഗ്രയിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ നടന്ന സ്ഫോടനങ്ങൾ, മാലേഗാവ് അടക്കമുള്ള സ്ഫോടനങ്ങളിൽ മുസ്ലിങ്ങളല്ല പങ്കാളികളായതെന്നും മറിച്ച് അതിവിടെയുള്ള അഭിനവ് ഭാരത് എന്ന സംഘടനയും ഫാസിസ്റ്റ് സംഘടനയും അതിന്റെ പ്രവർത്തകരുമാണ് എന്ന് കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അന്വേഷണത്തിനും കണ്ടെത്തലിനും മഹാരാഷ്ട്ര ഗവൺമെന്റിനെയോ അതല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഈ അന്വേഷണ സംഘത്തെയോ പ്രേരിപ്പിച്ചത് NDFന്റെ ചെറുത്തുനിൽപ്പോ അതല്ലെങ്കിൽ NDFന്റെ പോരാട്ടമോ അല്ല, മറിച്ച് ഈ രാജ്യത്ത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അഭിമാനം അത് വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇവിടുത്തെ ഗവൺമെന്റും ഭരണകൂടവും മനസ്സിലാക്കിയതാണ്. അത്തരമൊരു അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ വെളിയിൽ കൊണ്ടുവരപ്പെട്ടു. കുറ്റവാളികൾ പുറത്തായി എന്ന് മാത്രമല്ല, ഈയിടെ നമുക്കറിയാം ആന്തിലയുടെ പരാമർശവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. യഥാർത്ഥത്തിൽ ആന്തിലയുടെ പരാമർശം ഒരു ആന്തുലയെ ഉറക്കെ പറഞ്ഞു എന്നതല്ലാതെ
ഈ ഇന്ത്യ രാജ്യത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളുടെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഹേമന്ത് കർക്കരയുടെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ മിലിറ്ററിയിലെ പട്ടാള ഉദ്യോഗസ്ഥന്മാരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരായ 20ഓളം ആളുകൾ ഇന്ത്യ രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിൽ നടന്ന മുസ്ലിം കൂട്ടക്കൊലകളിൽ പങ്കാളികളായതായി അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അതായിരിക്കാമോ അദ്ദേഹം വധിക്കപ്പെടാനുള്ള കാരണം എന്നത് എല്ലാവരും ചോദിക്കേണ്ട, എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അന്വേഷണം നടത്തിയത് ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെന്റാണ്, ഇന്ത്യയിലുള്ള ഭരണകൂടമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തുവാനും ഇന്ത്യയിലെ ഈ പട്ടാള ഉദ്യോഗസ്ഥന്മാരെ വരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുവാനുമുള്ള ഒരു സൗകര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി? അതിവിടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനമാണ്, ഇവിടെ നിലനിൽക്കുന്ന മതേതര ജനാധിപത്യ ബോധമാണ് എന്നത് അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. എന്ത് സമീപനം സ്വീകരിക്കണമായിരുന്നു മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ? ആയുധമേന്തി ഇന്ത്യ രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങൾ തകർക്കുവാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തയ്യാറായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കലാപങ്ങളും സംഘർഷങ്ങളും ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിക്കുവാൻ മുസ്ലിങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് അന്ന് ഈ സമുദായത്തിന് വിവിധ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയ സംഘടനകളും നേതാക്കളും എടുത്ത തീരുമാനം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ആ വിഷയത്തിൽ മാപ്പ് പറയുന്ന അവസ്ഥയിലെത്തിച്ചു. ജനാധിപത്യപരമായി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അത് കൈകാര്യം ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇത് മുസ്ലിങ്ങളുടെ പ്രയാസമാണ്, അതുകൊണ്ട് അവരോട് മാപ്പ് പറയേണ്ടതുണ്ട് എന്ന്. NDF-ന്റെ ആരവമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസുകളോ അതല്ലെങ്കിൽ അവരുടെ ഫ്രീഡം പരേഡോ ആയിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് നടന്ന നിരവധി സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ ഇവിടെയുള്ള മുസ്ലിങ്ങളോട് വിളിച്ചു പറയുന്നത് ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങളെയല്ല മുസ്ലിങ്ങൾ ആശ്രയിക്കേണ്ടത്, മറിച്ച് ഇവിടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ ഹൈന്ദവ ഫാസിസം എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് പോലെ അപകടകരമായ ഒരു പദപ്രയോഗമാണ്. ഹൈന്ദവ ഫാസിസം ഇല്ല, ഇസ്ലാമിക തീവ്രവാദമില്ല എന്ന് നാം പറയുന്നത് പോലെ നാം പറയേണ്ടതുണ്ട് ഹൈന്ദവ ഫാസിസം ഇല്ല. ഇസ്ലാം മത വിശ്വാസികളായ ചില ആളുകൾ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് പോലെ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ആ മതത്തിന്റെ പേരിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ അതേ നാണയത്തിൽ നേരിടുന്നതിന് പകരം ആ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ പോലും അംഗീകരിക്കുന്ന ഈ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നാം നേരിടേണ്ടത് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും ഈ സമൂഹത്തോട് പറഞ്ഞത്. ഇനി ഈ ചെറുത്തുനിൽപ്പ് പോരാട്ട പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലേക്ക് കടന്നാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച NDF-ന്റെ ചരിത്രം തന്നെ പരിശോധിക്കുക. കേരളത്തിൽ NDF നടത്തിയ അക്രമങ്ങൾ, NDF-കാർ പോലും അംഗീകരിക്കുന്ന ചില അക്രമങ്ങൾ, അത് ഈ സമുദായത്തിന് വേണ്ടിയാണ് നടത്തിയത് എന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു പോരാട്ട പ്രസ്ഥാനത്തിന്റെ, ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഈ സമൂഹത്തിന് കാവലാളുകളായി വർത്തിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം എന്നാണല്ലോ അവർ പറയാറുള്ളത്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത്, കണ്ണൂർ ജില്ലയിലെ പുന്നാട്, അതേപോലെയുള്ള ചില പ്രദേശങ്ങളിൽ NDF നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾക്ക്, കൊലപാതകങ്ങൾക്ക് പിന്തുടർന്നുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലുണ്ടായ അതിനിഷ്ഠൂരമായ മുസ്ലിം കയ്യേറ്റങ്ങളിലും കൊള്ളയിലും കൊള്ളിവെപ്പുകളിലും എന്ത് പ്രതികരണമാണ് ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത് എന്നുകൂടി നാം ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഈ കേരളത്തിൽ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഈ സമുദായത്തിന്റെ കാവലാളുകളാകാനാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സമുദായത്തിനെതിരെ വാളോങ്ങുന്ന ആളുകളുടെ കൈകൾ വെട്ടിവീഴ്ത്തുവാനാണ് ദേശീയ വികസന മുന്നണി, നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്നാണ് പറയുന്നതെങ്കിലും നാഷണൽ ഡിഫൻസ് ഫ്രണ്ട് എന്നാണ് നമ്മുടെ ആശയം എന്ന് പറയുന്ന ആളുകൾ ഈ പ്രതിരോധ സംവിധാനം എത്രമാത്രം മുസ്ലിങ്ങൾക്ക് അനുകൂലമായി, ഉപകാരപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നവരുടെ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അഥവാ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും
ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന് പറയുന്നവരുടെ ചരിത്രം പരിശോധിച്ചാലും നാം സ്വീകരിക്കുന്ന നിലപാട് ഇവിടെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി മതപ്രബോധനം നിർവഹിക്കുവാനും ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുവാനുമുള്ള അവസരമുണ്ടാകണം. അതിനുവേണ്ടി സ്വീകരിക്കുന്ന മുജാഹിദുകൾ സ്വീകരിച്ച സമീപനം തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നാണ് കാലം നമ്മോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണല്ലോ 10 വർഷം മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും കേരളത്തിന് പുറത്തുമൊക്കെ ഈ സമുദായത്തെ തീവ്രത ചിന്താഗതികളുള്ളവരായി വളർത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഒരു 10 വർഷത്തിന് ശേഷം ഞാനെന്ന് പറഞ്ഞതും ചെയ്തതും തെറ്റായിരുന്നു, തിരുത്തുന്നു എന്നീ സമൂഹത്തോട് പറയേണ്ടി വന്നത് മുജാഹിദുകളുടെ പ്രവർത്തനമാണ് ശരിയെന്ന് നമ്മോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു എന്നതുകൂടി അതിനോടുകൂടി ചേർത്ത് വായിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്.